നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹുവാവേയുടെ പുതിയ മോഡലായ Y8P എന്ന ഫോണിനെ കുറിച്ചാണ്. സ്മാർട്ട് സിംഗത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 GB റാം 128 GB വേരിയന്റിൽ ഇറങ്ങുന്ന ഈ ഫോണിന് 849 ദിറംസ് ആണ് ദുബായിൽ ലഭ്യമായിട്ടുള്ളത്. ഈ ഫോണിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഹുവാവേയുടെ ഏറ്റവും കുറഞ്ഞ LED സ്ക്രീൻ വരുന്ന ഒരു ഫോണാണ് ഈ ഫോൺ. കാരണം ആദ്യമായിട്ടാണ് ഹുവാവേ ഇത്ര കുറഞ്ഞ റേഞ്ചിൽ ഒരു LED സ്ക്രീൻ ഫോണ് നിർമ്മിച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. നമുക്കിനി ഫോണിന്റെ മറ്റു സവിശേഷതകൾ പരിചയപ്പെടാം. മുകളിലും താഴെയുമായിട്ട് 2 മൈക്കുകൾ കാണാൻ സാധിക്കും. ഫോണിന്റെ ഇടതുവശത്തായിട്ട് സിം സ്ലോട്ട് ഉണ്ട്. ഇതാണ് ഫോണിന്റെ സിം സ്ലോട്ട് വരുന്നത്. ഇത് നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. 2 സിം യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു സിമ്മും ഒരു NM കാർഡ് യൂസ് ചെയ്യാം. നമ്മുടെ നോർമൽ മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനു പകരമായിട്ട് അവർ തന്നെ നിർമ്മിച്ച് നൽകുന്ന NM കാർഡ് എന്ന് പറയും, നാനോ മെമ്മറി എന്ന് പറയുന്ന മെമ്മറി കാർഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വലതുവശത്തായിട്ട് ഫോണിന്റെ പവർ കീയും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്ത് സ്പീക്കർ കാണാം, മുകൾ ഭാഗത്ത് മറ്റൊരു സ്പീക്കറും കാണാം. ഫോണിന്റെ Type-C ചാർജിംഗ് പോർട്ടാണ് ഫോൺ നൽകിയിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിംഗ് പോർട്ടാണുള്ളത് 18 വാട്ട്സിന്റെ. അതുപോലെ തന്നെ 3.5mm ജാക്കിന്റെ ഹെഡ്ഫോൺ ജാക്കും നൽകിയിട്ടുണ്ട്. നമുക്ക് ഫോണിന്റെ ക്യാമറ മൊഡ്യൂൾ പരിചയപ്പെടാം. 48 MB മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ ലെൻസുമാണ് ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ ലെൻസാണ് ഫ്രണ്ട് ഭാഗത്ത് നൽകിയിട്ടുള്ളത്. വീഡിയോ ക്വാളിറ്റി 1080 പിക്സൽ വീഡിയോ ക്വാളിറ്റി, അഥവാ നമുക്ക് ഫുൾ HD വീഡിയോ ക്വാളിറ്റി ഫോൺ നൽകുന്നുണ്ട്. 4K വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. മോശമില്ലാത്ത ഒരു പെർഫോമൻസ് നമുക്ക് ക്യാമറയിലും പ്രതീക്ഷിക്കാം. ആൻഡ്രോയിഡ് 10 EMUI 10.1 ഫോൺ റൺ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 10ന്റെ എല്ലാ സവിശേഷതകളും ഫോണിൽ ലഭിക്കുന്നതാണ്. ഹുവാവേയുടെ തന്നെ ഏറ്റവും അധികം ഡിവൈസുകളിൽ യൂസ് ചെയ്തിട്ടുള്ളതായ കിറിൻ 710 എന്ന് പറയുന്ന പ്രോസസറിന്റെ കിറിൻ 710F എന്ന് പറയുന്ന പുതിയ വേർഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് ഫോണുകൾ ഉപയോഗിച്ച് അവർ സക്സസ് ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു മുൻപത്തെ ഫോണുകളിലുള്ള സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഫോണിലും പ്രതീക്ഷിക്കാം. 4000 mAh ബാറ്ററിയാണ് ഫോണിന് നൽകിയിട്ടുള്ളത്. ഒരു ബാക്ക് കവറും ഇയർഫോണും Type-C കേബിളും അഡാപ്റ്ററും ഇതെല്ലാം കൂടെയാണ് നമുക്ക് ഫോണിന്റെ ബോക്സിനകത്ത് വരുന്നത്. ഇനി ഫോണിന്റെ ഇന്നർ പാർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നോൺ ഗൂഗിൾ സർവീസ് ആയിട്ടുള്ള ഫോണിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഇവര് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരുപാട് ആപ്സ് കൊടുത്തിട്ടുണ്ട്. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, ബോട്ടിം, അങ്ങനെ കുറച്ച് ആപ്സ് ഇതിൽ സോഷ്യൽ ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ലൈഫ് സ്റ്റൈല് തെലബാത്തുണ്ട്. ലൈഫ് സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ തെലബാത്തുണ്ട്, നൂൺ, ഇമാർ, ഹോസ്പിറ്റൽ, ബെയൂത്ത്, അങ്ങനെ UAE ലോക്കൽ ആപ്പായിട്ടുള്ള കുറച്ച് ആപ്സുകളുണ്ട്. ഗെയിംസ്, ഒരുവിധ ഗെയിംസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റിന് ആവശ്യമായിട്ടുള്ള കോളേജ് ടൈംസ്, അതുപോലെ തന്നെ TV ചാനൽ, ഇതിന്റെയൊക്കെ ആപ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റാൾഡ് അല്ല, ഇത് ഒരു 1 ക്ലിക്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം അവർ നൽകുന്നുണ്ട്. അപ്പോൾ ആപ്സ് ലോക്കലി അവൈലബിൾ അല്ലാത്ത ഒരു വിഷമമൊന്നും വേണ്ട. ഒരുപാട് ആപ്സ് ഇവർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നൽകുന്നുണ്ട്. പിന്നെ മറ്റുള്ള കുറെ ആപ്സ് എന്ത് ചെയ്യാം, ഫോണിൽ ആപ്പ് ഗാലറിയിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്രീത്തിങ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഈ കളറും പിന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന മറ്റൊരു കളറും, അങ്ങനെ 2 കളറാണ് ഫോണിൽ വരുന്നത്. ഫോണിന്റെ മറ്റു സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഫോണിന് NFC സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പേയ്മെന്റിനും ടാഗിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോണിൽ ഫിംഗർ പ്രിന്റ് വരുന്നത് ഗ്ലാസ്സിലാണ്. ഇൻ ഗ്ലാസ് ഫിംഗർ പ്രിന്റ് ആണ് ഫോണിൽ നൽകിയിട്ടുള്ളത്. ഫോണിന്റെ ബ്ലൂടൂത്ത് വരുന്നത് 5.0 ആണ്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം നിങ്ങൾക്ക് 2 ഡിവൈസ് കണക്ട് ചെയ്യാം. നിങ്ങളുടെ വാച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ഇയർഫോണും
ഒക്കെ എനിക്ക് അറ്റ് എ ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫോണിലെ പ്ലേ സ്റ്റോറിന് പകരമുള്ള ആപ്പ് ഗാലറിയിൽ ലഭ്യമല്ലാത്ത ആപ്സിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനായിക്കൊണ്ട് ആപ്പ് ഗാലറി ഓപ്പൺ ആക്കിക്കൊണ്ട് അതിൽ പെഡൽ സെർച്ച് എന്ന് സെർച്ച് ചെയ്ത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമുക്കാവശ്യമുള്ള ആപ്പിൻ്റെ പേര് സെർച്ച് ചെയ്യുകയും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ ഒട്ടുമിക്ക ആപ്സും അവൈലബിൾ ആണ്. കാരണം ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്കാവശ്യമുള്ള ആപ്പ് ഏത് വെബ്സൈറ്റിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് അതിൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക്